കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാ. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. വേറെ ഒന്നുമില്ല, എൻ്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് എന്താണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്നാണ് ഇപ്പൊ എല്ലാവർക്കും സംശയം. ഇത് എവിടെയായിരുന്നു സാർ ഇത്ര നേരം? ഇനി തപ്പാ തലം ബാക്കിയൊന്നുമില്ല. അത് പിന്നെ ലവ് മാരേജ് ആണോ നിങ്ങളുടെ കുറെ പേര് എന്നോട് ചോദിക്കുന്നുണ്ട്. ഞാൻ ലവ് മാരേജ് അല്ല, വീട്ടുകാർ തമ്മിൽ ഉറപ്പിച്ച കല്യാണമാണ്. ഞാൻ പെണ്ണ് കാണണമെന്നാണ് ആദ്യമായിട്ട് കണ്ടത്. സംശയമൊന്നുമില്ലല്ലോ. പെണ്ണുകാളിൽ കഴിഞ്ഞിട്ട് 6 മാസമാണ്. ഈ 18-ാം തീയതി പെണ്ണുകാളിൽ കഴിഞ്ഞിട്ട് 3 മാസം എൻഗേജ്മെന്റ് ചെയ്തില്ല. അപ്പൊ മനസ്സിലായി ഉടായിപ്പല്ലേ. ഒരിക്കലും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കല്യാണം അല്ലായിരുന്നു ഞങ്ങളുടെ ലൈഫിൽ ആഗ്രഹിച്ചത്. ഞങ്ങള് പൊന്നോ ഒടുക്കത്ത അഭിനയം. സേവ് ദ ഡേറ്റ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് നല്ല പ്ലാനിങ്ങും. അത് ഇത്ര കഷ്ടായി പോയിട്ടോ. ഓൻ എത്ര വിഷമം ഉണ്ടാവില്ല. ഈ സാഹചര്യത്തിൽ പോകാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഈ സാഹചര്യത്തിൽ പോയാൽ ഞങ്ങൾക്ക് തമ്മിൽ ഒന്നിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. മനസ്സിലാവുന്നില്ലല്ലോ. ഇപ്പൊ ഞങ്ങൾ എന്ത് പറഞ്ഞാലും നെഗറ്റീവ് പറയാൻ ആൾക്കാരുണ്ടാവും എനിക്കറിയാം. ഇഷ്ടംപോലെ വീഡിയോസ് ഞങ്ങൾക്ക് ട്രോള് വരുന്നുണ്ടെന്ന് അറിയാം. ഇങ്ങനെ ആയി പോവാൻ കാരണങ്ങൾ കുറേ ഉണ്ട്. പക്ഷെ ആ കാര്യങ്ങൾ ഇപ്പൊ പറയാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. എന്നുവെച്ചാൽ ഇപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ പ്രശ്നങ്ങൾ എടുത്തിടാൻ താല്പര്യമില്ല. ഇനി നല്ല വീഡിയോസ് ആയിട്ട് പോവാന്ന് വെച്ചാൽ പക്ഷെ ഞങ്ങൾ പറയണില്ല എന്ന് പറയില്ല. എന്തെങ്കിലും അത്ര സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഞങ്ങൾ അത് പറയും. തള്ളേ കൊള്ള ഒടപ്പറന്നുന്റെ ഉയിര് പോയാലും വേണ്ടൂല്ല, നാത്തൂന്റെ കണ്ണിലെ കണ്ണീരുണ്ടാവും.